ഫ്രണ്ട്സ്, ഇദ്ദേഹം ഒരു ജീനിയസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ബ്രെയിൻ മോറൻ. ഇദ്ദേഹം എത്ര വലിയ പ്രോ ലെവൽ കോച്ചാണെന്നാൽ ആപ്പിൾ, ന്യൂയോർക്ക് ലൈഫ് ആൻഡ് മോർഗൻ സ്റ്റാൻലി പോലെയുള്ള $1 ബില്യൺ കമ്പനീസ് ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ മോറൻ പറയുന്നത്, നിങ്ങളുടെ എല്ലാ ഇയർലി ഗോൾസും കത്തിച്ച് കളഞ്ഞോളൂ, കാരണം നിങ്ങളത് അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. നിങ്ങൾ ഷോക്കാകണ്ട. ഇതിനുള്ള കാരണം ആളുകൾ ഫെയിൽ ആകുന്നത് അവർ ലേസി ആയതുകൊണ്ടല്ല. ആക്ച്വലി ആളുകൾ ഫെയിൽ ആവാനുള്ള കാരണം അവർക്ക് തോന്നുന്നു അവർക്ക് ഇനിയും ഒരുപാട് ടൈം ഉണ്ടെന്ന്. ജനുവരി വന്നിട്ടുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നു, ദെൻ ഫുൾ മോട്ടിവേഷൻ, ജിം ജോയിൻ, ന്യൂ ഹാബിറ്റ്സ് ആൻഡ് ബിഗ് പ്ലാൻസ്. ബട്ട് മാർച്ചിലേക്ക് എത്തുമ്പോൾ ഈ ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ എല്ലാം ഇല്ലാതാകും. നിങ്ങൾ ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഒരു വർഷത്തെ അവസാനത്തെ 3 മാസത്തിൽ നമ്മളൊരു ബീസ്റ്റ് മോഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ഡെഡ് ലൈൻസ് ക്ലിയർ ആയിരിക്കും, പ്രഷർ റിയൽ ആയിരിക്കും, ആൻഡ് അപ്പോഴായിരിക്കും ആക്ച്വൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രോഗ്രസ് നിങ്ങൾക്ക് സാധ്യമാവുക. സോ ഈ ഒരു വർഷം മുഴുവനും ഈ ഒരു ലാസ്റ്റ് 3 മാസത്തെ അതേ ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ 12 മാസത്തെ ഗോൾസ് ആൻഡ് റിസൾട്ടിനെ നിങ്ങൾക്ക് വെറും 12 ആഴ്ചകൾ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മറ്റുള്ളവരെക്കാളും 10 മടങ്ങ് വേഗത്തിൽ നിങ്ങൾക്ക് മുന്നേറിപ്പോകാൻ സാധിക്കും. ഇതിനെപ്പറ്റിയാണ് ബ്രെയിൻ മോറൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഇതിൻ്റെ പേരാണ് ദ 12 വീക്ക് ഇയർ. ഇതിനായിട്ട് ഒരു സിമ്പിൾ റൂൾ ഉണ്ട്. ഇന്ന് മുതൽ വർഷത്തിൽ 52 ആഴ്ചകൾ ഉണ്ടായിരിക്കില്ല, വെറും 12 ആഴ്ചകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. ആൻഡ് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൈവശം അടുത്ത 12 ആഴ്ചത്തേക്കുള്ള ഒരു ഫുൾ എക്സിക്യൂഷൻ ബ്ലൂ പ്രിൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും. അതും ഒരു പ്രാക്ടിക്കൽ സ്ട്രക്ചേർഡ് ആൻഡ് ഡേഞ്ചറസ് ലെവൽ എക്സിക്യൂഷൻ സിസ്റ്റം. എന്നാൽ അതിനു മുന്നേ നിങ്ങൾ പീരിയോഡൈസേഷനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. പീരിയോഡൈസേഷൻ ഇതൊരു ഫോക്കസ്ഡ് ട്രെയിനിങ് റെജീമാണ്. ഒരു ലിമിറ്റഡ് പീരീഡ് വരെ ഒരേ സ്കില്ലിൻ്റെ മേലെ എക്സ്ട്രീം ഫോക്കസോട് കൂടി വർക്ക് ചെയ്യണം. ഇത് 4 to 6 ആഴ്ചകൾ നീണ്ടു നിൽക്കും. ഈ സമയത്ത് ഒരു അത്ലറ്റ് അല്ലെങ്കിൽ പെർഫോമർ അവരുടെ ഫുൾ എനർജി, ഫുൾ സ്ട്രക്ചർ, ഫുൾ റൂട്ടീൻ ഇതെല്ലാം ആ ഒരു കാര്യത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. ഒളിമ്പിക് സ്വിമ്മേഴ്സ് ലൈക്ക് മൈക്കൽ ഫിൽപ്സ്, അദ്ദേഹം വർഷം മുഴുവനും റാൻഡംലി ട്രെയിൻ ചെയ്യില്ല. അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് സൈക്കിൾ ഉണ്ട്. ചില ആഴ്ചകൾ വരെ എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യും, ചില ആഴ്ചകൾ വരെ വെറും സ്പീഡ് മാത്രം ഇംപ്രൂവ് ചെയ്യും, ആൻഡ് ചില ആഴ്ചകൾ വരെ ടെക്നിക്സിനെ റിഫൈൻ ചെയ്യും. സോ ഓരോ ഫേസിലും ഒരു ക്ലിയർ ഫോക്കസ് ഉണ്ടായിരിക്കും. ഇത് കാരണം കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ടൈമിൽ അദ്ദേഹത്തിൻ്റെ ബോഡി പീക്ക് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. റെസ്ലേഴ്സും ഇതുപോലെയാണ് ട്രെയിൻ ചെയ്യുന്നത്. 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു നാഷണൽ ടൂർണമെൻറ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു 6 ആഴ്ചയും സ്ട്രിക്റ്റ് ഡയറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യും, അഗ്രസീവ്ലി പ്രാക്ടീസ് ചെയ്യും, ആൻഡ് മുഴുവനായും 0 ഡിസ്ട്രാക്ഷൻസ്. ബട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്താണെന്നാൽ, നമ്മൾ പീരിയോഡൈസേഷൻ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ട മുഴുവൻ ഗോളും സെറ്റ് ചെയ്യുന്നു, കൂടെ ജിം സ്റ്റാർട്ട് ചെയ്യുന്നു, കോഡിങ് പഠിക്കുന്നു, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ആൻഡ് യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ റിസൾട്ട് എല്ലാ കാര്യങ്ങളിലേക്കും കുറച്ച് എഫേർട്ട് പോകും, എന്നാൽ ഒന്നിലും പീക്ക് പെർഫോമൻസ് നമുക്ക് ലഭിക്കില്ല. സോ പീരിയോഡൈസേഷൻ്റെ റൂള് സിമ്പിളാണ്. ഒരു സമയത്ത് ഒരു പ്രൈമറി ഫോക്കസ് വിത്ത് ഷോർട്ട് ആൻഡ് ഇൻറ്റൻസ് സൈക്കിളോട് കൂടി. ഈ ഒരു പ്രിൻസിപ്പളിനെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു 12 വീക്ക് ഇയർ എന്നുള്ള ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 52 ആഴ്ചകളെ വിട്ട് 12 ആഴ്ചകളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സീരിയസ് ആകും. ഓരോ ആഴ്ചയും ഇമ്പോർട്ടൻ്റ് ആയി തോന്നും, ആൻഡ് ഓരോ ദിവസവും നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഫ്രണ്ട്സിന് നിങ്ങൾക്കും നിങ്ങളുടെ കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു ഗ്രോത്ത് വേണം. നിങ്ങളിൽ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എനിക്കും ലൈഫിലൊന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു 12 വീക്ക് ഇയർ സിസ്റ്റത്തിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റിയുടെ അർത്ഥം നിങ്ങളുടെ ആക്ഷൻസ്, റിസൾട്ട്സ് ഇതിൻ്റെയൊക്കെ 100% റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം, എന്തൊക്കെ സംഭവിച്ചാലും. സിമ്പിളായി പറയുകയാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഒരു ക്യാരക്ടർ ട്രൈറ്റ് ആണ്. ഇതാണ് തീരുമാനിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റായി പോകുമ്പോൾ, അപ്പോൾ നിങ്ങൾ അവിടെ ബ്ലെയിം ചെയ്യുകയാണോ അതോ അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുകയാണോ എന്ന്.
ഫോർ എക്സാമ്പിൾ, എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ പേപ്പർ ടഫായിരുന്നു, ടീച്ചർ ആൻസർ പേപ്പർ നേരെ നോക്കിയില്ല, എനിക്ക് എഴുതാൻ ടൈം ലഭിച്ചില്ല, വീട്ടിൽ പഠിക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നു. എന്നാൽ നേരെ മറിച്ച് അതിൻ്റെ ഓണർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തില്ല, ഞാൻ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കേണ്ടതായിരുന്നു. ഇവിടെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല, എന്നാൽ ഓണർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ അവിടെ എല്ലാത്തിൻ്റെയും കൺട്രോള് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഒരു 12 വീക്ക് ഇയറിലെ അക്കൗണ്ടബിലിറ്റിയുടെ അർത്ഥമെന്നുള്ളത് ഈ ഒരു 12 ആഴ്ചകൾക്ക് ശേഷവും നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ സർക്കംസ്റ്റാൻസസിനെ അല്ല നിങ്ങളുടെ എക്സിക്യൂഷനെ ചെക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് അത് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്ന ഈ ഒരു ഫാക്ടർ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് സീരിയസ് ആയി എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കില്ല. എന്നാൽ ഇവിടെ അക്കൗണ്ടബിലിറ്റി മാത്രം പോരാ, അതിനായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും നിങ്ങളിൽ വേണം. നമ്പർ 2, കമ്മിറ്റ്മെൻറ്റിൻ്റെ അർത്ഥം ഒരു പേഴ്സണൽ പ്രോമിസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഇത് രണ്ടും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. നിങ്ങൾക്കൊരു കാര്യത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എപ്പോൾ വർക്ക് ചെയ്യുമെന്നാൽ നിങ്ങൾക്ക് ഒരു നല്ല മൂഡ് സെറ്റാകുമ്പോൾ മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തോട് വളരെ കമ്മിറ്റഡ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ എക്സ്ക്യൂസുകൾ പറയുന്നത് നിർത്തി റിസൾട്ടിനെ ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക. ഒരു സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ഇയറിൽ ലഭിച്ച മാർക്ക് എന്നുള്ളത് വളരെ മോശമായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, ഇനി റിസൾട്ട് നന്നായിട്ടില്ലെങ്കിൽ അപ്പോൾ അവന് ഫീസ് കൊടുക്കുന്നത് നിർത്തുമെന്ന്. ആ ഒരു ദിവസം തന്നെ അവൻ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തു. വെറുതെ ചിന്തിക്കാതെ സ്വയം അവനോട് തന്നെ ഒരു പ്രോമിസ് ചെയ്തു, അടുത്ത സെമസ്റ്ററിൽ എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങുമെന്ന്. ഇത് കേട്ടപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഇത് നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നീ 10,000 രൂപ എനിക്ക് തരണമെന്ന്. ഇവിടെയുള്ള ഒരു ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കൂ. മുന്നേ അവൻ വെറുതെ ആയിരുന്നു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ അവൻ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് മാറി. അവൻ ക്ലാസ് മിസ് ചെയ്യുന്നത് നിർത്തി, പ്രോപ്പർ നോട്ട്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു, നന്നായി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫോൺ, വീഡിയോ ഗെയിംസ്, ഫ്രണ്ട്സുമൊത്ത് പുറത്ത് കറങ്ങാൻ പോകുന്നത് ഇതെല്ലാം അവൻ നിർത്തി. ആൻഡ് ഇതിൻ്റെ റിസൾട്ട് എല്ലാ സബ്ജക്റ്റിലും അവന് A ഗ്രേഡ് ലഭിച്ചു. ഇവിടെ 10,000 രൂപ ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥ റിസൾട്ട് കമ്മിറ്റ്മെൻറ്റിലൂടെയാണ് വന്നത്. 12 വീക്ക് ഇയറിലും ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ആ ഒരു ഗോളിനോട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്കെൻ്റെ ഇൻകം വർദ്ധിപ്പിക്കണമെന്ന്, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അതിനോട് ആ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, അടുത്ത 12 ആഴ്ചകൾ കൊണ്ട് എൻ്റെ ഇൻകം ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ XYZ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഇവിടെ ഇതൊരു കമ്മിറ്റ്മെൻ്റായി മാറി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ഒരാൾ മൂഡിനനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക, എന്നാൽ കമ്മിറ്റ്മെൻറ്റിൽ അയാൾ സിസ്റ്റം ഫോളോ ചെയ്യും, മൂഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രിൻസിപ്പളിനെ പറ്റി നോക്കാം. അതാണ് ഗ്രേറ്റ്നെസ് ഇൻ ദ മൊമെൻറ്റ്. ഗ്രേറ്റ്നെസ് നമുക്ക് എപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാൽ എപ്പോഴാണോ ഒരാൾ ഇത് തീരുമാനിക്കുന്നത് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് തീർത്തിരിക്കുമെന്ന്, അപ്പോഴാണ്. നിങ്ങൾ അരുണിമ സിൻഹയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവർ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഒരിക്കൽ ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചില ക്രിമിനൽസ് വന്ന് അവരെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. ഭാഗ്യവശാൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അവരുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. ആൻഡ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു അവരുടെ ലൈഫ് ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, അവരുടെ അപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇവിടെ ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നുവെങ്കിൽ അയാൾ മുഴുവനായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരിക്കും. എന്നാൽ അരുണിമ ആ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഒരു തീരുമാനമെടുത്തു, ഞാൻ എവറസ്റ്റ് കയറി കീഴടക്കുമെന്ന്. ഇത് എത്ര വലിയ കാര്യമാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ അരുണിമ തൻ്റെ പ്രോസ്തറ്റിക് ലെഗ് ഉപയോഗിച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് റിയൽ ഗ്രേറ്റ്നെസ്. കാരണം പ്രോസ്തറ്റിക് ലെഗ് ഉപയോഗിച്ച് നടക്കുക എന്നുള്ളത് തന്നെ വളരെ പെയിൻഫുൾ ആയിരിക്കും. അപ്പോഴാണ് അവർ മൗണ്ടൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ദിവസവും രാവിലെ എണീറ്റ ഉടനെ പ്രാക്ടീസ്, ദെൻ അതിൻ്റെ പെയിൻ. ഇങ്ങനെ തൻ്റെ ലിമിറ്റേഷന് എതിരെ പോയി അവർ ഡിസിപ്ലിൻ ചൂസ് ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്ക്യൂസുകൾ ഒരുപാടുണ്ടായിരുന്നു. ഫിസിക്കൽ ലിമിറ്റേഷൻ, ഫൈനാൻഷ്യൽ സ്ട്രഗിൾ, മെൻ്റൽ ട്രോമ. എന്നാൽ താൻ എടുത്ത ഡിസിഷൻ അവർ ഓരോ ദിവസവും ആക്ഷനാക്കി കൺവേർട്ട് ചെയ്തു. അറ്റ് ലാസ്റ്റ് എവറസ്റ്റിൻ്റെ മുകളിലുള്ള അവരുടെ ഒരു ഫോട്ടോ വന്നു. എന്നാൽ ഗ്രേറ്റ്നെസ് അതിന് മുന്നേ തന്നെ ക്രിയേറ്റ് ആയിരുന്നു അവരുടെ പെയിൻ ആൻഡ് പ്രാക്ടീസിൻ്റെ സമയത്ത് തന്നെ. ഇതാണ് ഗ്രേറ്റ്നെസ് ഇൻ ദ മൊമെൻറ്റ്. 12 വീക്ക് ഇയറിലും റിസൾട്ട് 12 ആഴ്ചകളുടെ എൻഡിൽ ലഭിക്കും. എന്നാൽ ഗ്രേറ്റ്നെസ് എപ്പോൾ ബിൽഡാകുമെന്നാൽ എപ്പോഴാണോ നിങ്ങൾ
ടയർഡായിട്ടിരുന്നാലും വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് മൂഡില്ലെങ്കിലും നിങ്ങൾ പ്ലാൻ ഫോളോ ചെയ്യുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ ഷോർട്ട് ടേം കംഫർട്ട് വിട്ട് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അപ്പോഴാണ് റിസൾട്ട് ഫ്യൂച്ചറിൽ ലഭിക്കും. എന്നാൽ ഗ്രേറ്റ്നെസ് പ്രസൻറ്റ് മൊമെൻറ്റിൽ ക്രിയേറ്റ് ആകും. സോ ഇനി നമുക്ക് ഈ ഒരു 3 പ്രിൻസിപ്പിൾസിനെയും പ്രാക്ടിക്കലി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കുക, മോട്ടിവേഷൻ ടെമ്പററി ആയിരിക്കും, എന്നാൽ സിസ്റ്റം പെർമനൻ്റ് ആയിരിക്കുമെന്ന്. സോ ഈ ഒരു 12 വീക്ക് ഇയർ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ ഒരു 5 ഡിസിപ്ലിൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ ഒരു 5 ഡിസിപ്ലിൻ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ എക്സിക്യൂഷൻ ഓട്ടോമാറ്റിക്കായി നടക്കും. സോ 5 ഡിസിപ്ലിൻസ് ഓഫ് എക്സിക്യൂഷൻ. നമ്പർ 1, വിഷൻ. നിങ്ങൾക്ക് എത്രത്തോളം ഒരു കാര്യം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം മാത്രമേ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ അടുത്ത 5 to 10 വർഷത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ആവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ശേഷം അതിനെ 3 വർഷങ്ങളാക്കി ബ്രേക്ക് ചെയ്യുക. ശേഷം വീണ്ടും അതിനെ നെക്സ്റ്റ് 12 ആഴ്ചകളാക്കി ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷനേക്കാളും വലുതായി ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ വിഷൻ എത്രത്തോളമാണോ ഉള്ളത് അത്രത്തോളം മാത്രമേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിളാണ് പ്ലാനിങ്. ഇവിടെയാണ് എല്ലാവരും ഫെയിലാകുന്നത്. പ്ലാനിങ്ങിൻ്റെ അർത്ഥം ഒരു ലോങ് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നേരെ മറിച്ച് 1 അല്ലെങ്കിൽ 3 ഇമ്പാക്റ്റ്ഫുൾ ഗോൾ ചൂസ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത 12 ആഴ്ചകളിലേക്ക് ഓരോ ഗോൾസിൻ്റെ നേർക്കും എക്സാക്ട്ലി വീക്ക്ലി ടാക്ടിക്സ് എഴുതുക. ഡെയിലി എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന്. ഇനി 3ാമത്തെ ഡിസിപ്ലിനാണ് പ്രോസസ് കൺട്രോൾ. ഇത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. വെറും വിഷൻ ആൻഡ് പ്ലാനിങ്ങിലൂടെ മാത്രം വർക്ക് നടക്കില്ല. നിങ്ങൾ എപ്പോഴും വിൽ പവറിൻ്റെ മേലെ ഡിപ്പെൻഡബിൾ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ 3ാമത്തെ ആഴ്ചയിൽ തന്നെ തോറ്റുപോകും. സോ നിങ്ങൾ വീക്ക്ലി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഓരോ വീക്കും റിവ്യൂ ചെയ്യുക, മനസ്സിലാക്കുക നിങ്ങൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് ആൻഡ് അതിനെ എങ്ങനെ ഇംപ്രൂവ് ആക്കാൻ സാധിക്കുമെന്ന്. 4th, മെഷർമെൻറ്റ്. ഓരോ ആഴ്ചയും നിങ്ങളുടെ എക്സിക്യൂഷൻ സ്കോർ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾക്ക് 3 മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്കോർ 75% ആണ്. ഇത് 85%-ന് മുകളിലാണെങ്കിൽ അപ്പോൾ നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണ്. എന്നാൽ 85%-ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല. ഇവിടെ എക്സ്ക്യൂസസ് ഒന്നും വർക്കാകില്ല, നിങ്ങളുടെ ആക്ഷൻ മാത്രമേ വർക്കാകൂ. ലാസ്റ്റ് ഡിസിപ്ലിൻ, ടൈം യൂസ്. നിങ്ങളുടെ ടൈമിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ലോകം നിങ്ങളെ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ ഒരു ദിവസം 3 ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ്, സ്ട്രാറ്റജിക് ബ്ലോക്ക്. മിനിമം 3 മണിക്കൂർ ഒരു ഹൈ ഇമ്പാക്റ്റ് ടാസ്കിൻ്റെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യണം. സെക്കൻഡ്, ബഫർ ബ്ലോക്ക്. മെസ്സേജസ്, ലോ വാല്യൂ വർക്ക് ഇതെല്ലാം ഡെയിലി 30 minutes to 2 hours ഈ ബ്ലോക്കിൽ ചെയ്യുക. തേർഡ്, ബ്രേക്ക്ഔട്ട് ബ്ലോക്ക്. 3 hours റിയൽ ബ്രേക്ക്. നോ വർക്ക്, നോ സ്ട്രെസ്, ഫുൾ മൈൻഡ് ആൻഡ് ബോഡി റിക്കവറിക്ക് വേണ്ടി നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ആളുകൾ ചിന്തിക്കുന്നത് കൂടുതൽ വർക്ക് ചെയ്താൽ മാത്രമേ സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ റിയാലിറ്റി എന്താണെന്നാൽ സ്ട്രക്ചേർഡായി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണോ അതോ ഈ ലോകം നിങ്ങളെ കൺട്രോൾ ചെയ്യണോ എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.